ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മൂന്നാം ക്ലാസ്സിലെ മൂന്നാം യൂണിറ്റായ ഇൻ ഹാർമണി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ആദ്യത്തെ ഭാഗം നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. അത് കാണാത്തവർ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തുടർന്ന് കാണുക. The heavy rain. ഹെവി എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായ മഴ. വളരെ ഭയങ്കരമായൊരു മഴ പെയ്തു. ഹെവി എന്ന് പറയുന്നത് അതാണ്, കഠിനമായത് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഹെവി റെയിൻ എന്ന് പറഞ്ഞാൽ അത്യുഗ്രൻ ഒരു മഴ പെയ്തു, കഠിനമായൊരു മഴ. ഇനി അതിൻ്റെ പാരഗ്രാഫ് നമുക്ക് വായിച്ചു നോക്കാം. Suddenly the blue sky grew dark. The wind howled. A heavy thunder shook the ground. It started to rain. Cra, cra, the crow cawed aloud. She saw her nest swaying in the wind. Soon the branch broke and the nest fell down. അപ്പോൾ ഇത്രയാണ്. ഇനി നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. സഡൻലി ദ ബ്ലൂ സ്കൈ ഗ്രൂ ഡാർക്ക്. പെട്ടെന്ന്, സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ദ ബ്ലൂ സ്കൈ നീല ആകാശം. ഗ്രൂ ഡാർക്ക്. ഗ്രൂ ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഇരുണ്ടതായി മാറി. എപ്പോഴാണ് ആകാശം ഇരുണ്ട നിറമാകുന്നത്? മഴ പെയ്യാൻ പോകുന്നതിന് മുന്നേ. ദ വിൻഡ് ഹൗൾഡ്. വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റ്. കാറ്റ് ഉറക്കെ ഉച്ച വയ്ക്കാൻ തുടങ്ങി. ഹൗൾഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂക്ക് വിളിക്കുന്നതിനെയാണ് ഹൗൾ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റ് അതിൻ്റെ സൗണ്ടിൽ ഇങ്ങനെ വീശാൻ തുടങ്ങി. എ ഹെവി തണ്ടർ ഷൂക്ക് ദ ഗ്രൗണ്ട്. പെട്ടെന്നൊരു ഇടിമുഴക്കം. തണ്ടർ എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കം. അതികഠിനമായ, ഹെവി, ഭയങ്കരമായ ഒരു ഇടിമുഴക്കം. ഷൂക്ക് ദ ഗ്രൗണ്ട്. ആ ഒരു ഗ്രൗണ്ടിനെ ഷൂക്ക് ചെയ്തു. ഷൂക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിറപ്പിക്കുക അല്ലേ? ചില സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഭയങ്കര ഇടിമുഴക്കമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ വീടിൻ്റെ ജനാലയൊക്കെ ഇങ്ങനെ വിറക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറില്ലേ? അതാണ് ഇവിടെ ഷൂക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഷൂക്ക് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരായിരിക്കുന്ന ആ ഒരു സ്ഥലം, ആ സ്ഥലം ആകെ വിറക്കാൻ തുടങ്ങി. ആ ഒരു ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ തുടങ്ങുക. സ്റ്റാർട്ടഡ് ടു റെയിൻ. ക്രാ ക്രാ ദ ക്രോ കൗഡ് അലൗഡ്. അപ്പോൾ ആ ഒരു സമയത്ത് എന്താ പറ്റിയത്? കാക്ക. കൗഡ് അലൗഡ് എന്ന് പറഞ്ഞാൽ ഉറക്കെ കരയുക. കാക്കയുടെ കരച്ചിലിനെയാണ് കൗ എന്ന് പറയുന്നത്. CAW ആണ് ഇവിടെ സ്പെല്ലിംഗ്. COW അല്ല, CAW എന്ന് പറഞ്ഞാൽ കൗ എന്ന് പറയുന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം കരയുക എന്നുള്ളതാണ്. കാക്കയുടെ കരച്ചിലിനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ദ ക്രോ കൗഡ് അലൗഡ്. കാക്ക ഉറക്കെ കരഞ്ഞു. ക്രാ ക്രാ എന്ന് പറയുന്ന സൗണ്ടിൽ. ഷീ സോ ഹർ നെസ്റ്റ് സ്വേയിങ് ഇൻ ദ വിൻഡ്. ഷീ അവൾ, സോ എന്ന് പറഞ്ഞാൽ കണ്ടു. അവൾ എന്താണ് കണ്ടത്? ഹെർ നെസ്റ്റ് അവളുടെ കൂട്, കാക്കയുടെ കൂട്. സ്വേയിങ് ഇൻ ദ വിൻഡ്. സ്വേയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആടി ഉലയുക. സ്വേ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആടി ഉലയുന്നതിനെയാണ്. ഇൻ ദ വിൻഡ്, കാറ്റത്ത്. കാറ്റ് വീശിയപ്പോൾ കാക്കയുടെ കൂടും
അതിനൊപ്പം ആടി ഉലയുന്നത് അവൾ കണ്ടു. Soon the branch broke and the nest fell down. Soon എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. The branch broke, ആ ഒരു കൊമ്പ് ഒടിഞ്ഞു. ബ്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒടിയുക. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ കൊമ്പ്. സൂൺ ദ ബ്രാഞ്ച് ബ്രോക്ക്, പെട്ടെന്ന് തന്നെ ആ മരത്തിൻ്റെ കൊമ്പ് ഒടിയുകയും ആൻഡ് ദ നെസ്റ്റ് ഫെൽ ഡൗൺ, ആ കാക്കയുടെ കൂട് താഴെ വീഴുകയും ചെയ്തു. ഫെൽ ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ വീഴുക. അപ്പം നമുക്കിനി ഇതിൻ്റെ ചിത്രം ഒന്ന് നോക്കാം. കണ്ടോ, മരത്തിൻ്റെ ആ ഒരു കൊമ്പ് ഒടിയുന്നത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കാക്കയുടെ കൂടും ആ കൂടിൻ്റെ അകത്തുണ്ടായിരുന്ന കാക്കയുടെ കുഞ്ഞുങ്ങളും താഴേക്ക് വീഴുന്നതായിട്ടല്ലേ ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് അതിൻ്റെ താഴെയുള്ള ചോദ്യം നോക്കാം. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ചിക്സ്? ചിക്സ് എന്ന് പറഞ്ഞാൽ കാക്കയുടെ കുഞ്ഞുങ്ങൾ. കാക്കയുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കുഞ്ഞുങ്ങൾ താഴെ വീണു കാണും അല്ലേ? കാറ്റത്ത് ഇങ്ങനെ പറന്ന് താഴെ വീണും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആൻസർ എഴുതുക? ദ ചിക്സ് ഫെൽ ഡൗൺ ദ ഗ്രൗണ്ട് അല്ലേ? ചിക്സ് എന്ന് പറയുന്നത് കാക്കയുടെ കുഞ്ഞുങ്ങൾ. ഫെൽ ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ വീഴുക. എവിടെയാണ് വീണിട്ടുണ്ടാവുക? ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ വീണിട്ടുണ്ടാകാം. അതായിരിക്കാമല്ലോ ആൻസർ. ഇനി വേറെ എന്തെങ്കിലും ആൻസർ ആണെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഹെൽപ്പിംഗ് ദ ഹെൽപ്ലെസ്. ഹെൽപ്പിംഗ് ദ ഹെൽപ്ലെസ്, ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായിക്കുക, ഒരാളെ സഹായിക്കുന്നതിനെയാണ് ഹെൽപ്പ് എന്ന് പറയുന്നത്. ഹെൽപ്പിംഗ് ദ ഹെൽപ്ലെസ്, ഹെൽപ്ലെസ് എന്ന് പറഞ്ഞാലോ സഹായം ആവശ്യമുള്ളവരെയാണ് ഹെൽപ്ലെസ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റിനും ആരൊക്കെയാണ് ഹെൽപ്ലെസ് ആയിട്ടുള്ള ആളുകൾ? ആരൊക്കെയാണ്? നമ്മളുടെ പാരൻസ്, ഗ്രാൻഡ് പാരൻസ് ഹെൽപ്ലെസ് ആണ്. കുഞ്ഞു കുട്ടികൾ ഹെൽപ്ലെസ് ആണ്. ഈ അസുഖമുള്ള രോഗികളായിട്ട് കഴിയുന്നവരൊക്കെ ഹെൽപ്ലെസ് ആണ്. അവർക്കൊക്കെ സഹായം ആവശ്യമുള്ളവരല്ലേ? ഇനി നമ്മുടെ ക്ലാസ്സിൽ തന്നെ പല ഫ്രണ്ട്സും ചില സമയത്തൊക്കെ എന്തെങ്കിലും കുറവുകളുള്ളവരാണെങ്കിൽ അവരും ഹെൽപ്ലെസ് ആണ്. അപ്പോൾ ആ ഒരു അവസ്ഥയെയാണ് ഹെൽപ്ലെസ് എന്ന് പറയുന്നത്. സഹായം ആവശ്യമുള്ളവരെയൊക്കെ നമ്മൾ ഹെൽപ്ലെസ് എന്ന് വിളിക്കും. അപ്പോൾ ഹെൽപ്ലെസ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഹെൽപ്പ് ചെയ്യണം, സഹായിക്കണം. അപ്പോൾ ഹെൽപ്പിംഗ് ദ ഹെൽപ്ലെസ് എന്ന് പറഞ്ഞാൽ സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുന്നു. ഹെൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നു. അപ്പോൾ സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ടൈറ്റിലിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഈ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കാം. Kio, Kio, Rocky heard a sound. He saw the chicks lying on the ground. He felt pity for them and walked towards the nest. The chicks were drenched in the rain. Kio, Kio, their cry became louder. They were shivering. Don't worry, dears, Rocky consoled them. Help me, Rocky heard a cry. He turned towards the sound. He saw the mother crow caught under a fallen branch. His heart melted. Rocky tried to move the branch. It was heavy. He pulled it with all his strength. Finally, he was able to move it and save the crow.
The crow's eyes welled up. She looked at Rocky with gratitude. "Take care," said Rocky and walked away. അപ്പോൾ ഇത്രയാണ് പാരഗ്രാഫ്. നമുക്കിനി ഇതിൻ്റെ അർത്ഥം നോക്കാം. കിയോ കിയോ, അപ്പോൾ ഇതാരാ പറഞ്ഞേക്കുന്നത്? കണ്ടില്ലേ, ഇൻവേർട്ടഡ് കോമയിലാണല്ലോ. അപ്പോൾ അതാരോ പറഞ്ഞതാണ്. ആരാ പറഞ്ഞത്? റോക്കി. റോക്കി ഹേർഡ് എ സൗണ്ട്. അപ്പോൾ പെട്ടെന്ന് റോക്കി ഹേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കുക, കേട്ടു. ഒരു സൗണ്ട്, ഒരു ശബ്ദം കേട്ടു. എന്താണ് ആ ശബ്ദം? കിയോ കിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം കേട്ടു. ഹിസോ, അവൻ കണ്ടു. എന്താ കണ്ടത്? ദ ചിക്സ് ലൈയിങ് ഓൺ ദ ഗ്രൗണ്ട്. കാക്കയുടെ കുഞ്ഞുങ്ങളെല്ലാവരും ആ ഗ്രൗണ്ടിൽ, ആ മണ്ണിൽ ലൈയിങ് എന്ന് പറഞ്ഞാൽ താഴെ വീണ് കിടക്കുക. അപ്പോൾ അവൻ എന്താ കണ്ടത്? കാക്കയുടെ കുഞ്ഞുങ്ങളെല്ലാം താഴെ വീണ് കിടക്കുന്നത് കണ്ടു. ഹി ഫെൽറ്റ് പിറ്റി ഫോർ ദം. ഹി ഫെൽറ്റ്, അവന് തോന്നുക. ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ തോന്നി എന്നാണ് അർത്ഥം. പിറ്റി, പിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദയ തോന്നി, അല്ലെങ്കിൽ പാവം തോന്നുക. മറ്റുള്ളവരോട് നമുക്ക് ഒരു കരുണ തോന്നില്ല, അതിനെയാണ് പിറ്റി എന്ന് പറഞ്ഞാൽ. ഹി ഫെൽറ്റ് പിറ്റി ഫോർ ദം. ഹി ഫെൽറ്റ് പിറ്റി ഫോർ ദം. ഇപ്പോൾ പിറ്റി എന്ന് പറഞ്ഞാൽ കരുണ തോന്നുക, കരുണ എന്നുള്ളതാണ് അർത്ഥം. ഫെൽറ്റ് പിറ്റി എന്ന് പറഞ്ഞാൽ തോന്നി, അവന് കരുണ തോന്നി. ഫോർ ദം, ആരോടാണ്? ഫോർ ദം എന്ന് പറഞ്ഞാൽ ആ കാക്കയുടെ കുഞ്ഞുങ്ങളോടൊക്കെ അവന് ഉള്ളിൽ വളരെ പാവം തോന്നി, കരുണ തോന്നി. എന്നിട്ട് അവൻ എന്താ ചെയ്തത്? ആൻഡ് വോക്ക്ഡ് ടുവേർഡ്സ് ദ നെസ്റ്റ്. ദ നെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കൂട്. വോക്ക്ഡ് എന്ന് പറഞ്ഞാൽ നടന്നു. ടുവേർഡ്സ്, ടുവേർഡ്സ് എന്ന് പറഞ്ഞാൽ അടുത്തേക്ക്, ആ കൂടിൻ്റെ അടുത്തേക്ക്, ആ താഴെ വീണ് കിടക്കുന്ന കാക്കയുടെ കുഞ്ഞുങ്ങളുടെ ആ ഒരു കൂടിനടുത്തേക്ക് അവൻ നടന്നു. ആരാ നടന്നത്? റോക്കി. റോക്കി എന്ന് പറയുന്നത് ആരാണ്? നായ്ക്കുട്ടിയാണ്. ദ ചിക്സ് വെർ ഡ്രെഞ്ച്ഡ് ഇൻ ദ റെയിൻ. ദ ചിക്സ്, ചിക്സ് എന്ന് പറഞ്ഞാൽ കാക്കയുടെ കുഞ്ഞുങ്ങൾ. വെർ ഡ്രെഞ്ച്ഡ് ഇൻ ദ റെയിൻ, മഴയത്ത് നനഞ്ഞ് കുളിക്കുക. അതിനെയാണ് ഡ്രെഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ. ആകെ നമ്മുടെ വസ്ത്രമൊക്കെ നമ്മൾ മഴയത്ത്, കുടയില്ലാത്ത സമയത്തൊക്കെ നമ്മൾ മഴയത്ത് നടക്കുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയെ നമ്മൾ പറയുന്നത് എന്താണ്? ഡ്രെഞ്ച്ഡ് എന്നാണ്. മഴയത്ത് നനഞ്ഞ് കുളിച്ച ആ ഒരു അവസ്ഥയെ ഡ്രെഞ്ച്ഡ് എന്നാണ് പറയുന്നത്. ആ വാക്ക് നമ്മൾ ഓർത്തിരിക്കണം, ഡ്രെഞ്ച്ഡ്. അപ്പോൾ ആ കാക്കയുടെ കുഞ്ഞുങ്ങളെല്ലാം മഴയത്ത് നനഞ്ഞ് കുളിച്ചു. ഇനി അടുത്തത് എന്താണ്? കിയോ കിയോ, their cry became louder. അപ്പോൾ വീണ്ടും അവരുടെ കരച്ചിൽ, ക്രൈ എന്ന് പറഞ്ഞാൽ കരച്ചിൽ, became louder, ഉറക്കെ ആയി, കുറച്ചും കൂടിയും ഉയർന്ന സൗണ്ടിൽ ആ കരച്ചിൽ അവർ കരയാൻ തുടങ്ങി. കിയോ കിയോ എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും കരയാൻ തുടങ്ങി. They were shivering. അപ്പോൾ ആ റോക്കി എന്ന് പറഞ്ഞ പപ്പി നോക്കുമ്പോൾ എന്താ കാണുന്നത്? They were shivering. ഷിവറിങ് എന്നുള്ളത് വേറൊരു പുതിയ വാക്കാണ്. ഷിവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക. അപ്പോൾ ആ കാക്കയുടെ കുഞ്ഞുങ്ങളെല്ലാവരും ആ മഴയത്ത് നനഞ്ഞ് കുളിച്ചത് മൂലം വിറയ്ക്കുന്നതാണ് അവർ ചെയ്തത്. They were shivering. Don't worry dears, റോക്കി കൺസോൾഡ് ദം. അപ്പോൾ റോക്കി വേഗം അവരുടെ അടുത്ത് വന്നിട്ട് അവരോട് പറയാണ്, ഡോണ്ട് വറി ഡിയേഴ്സ്, അയ്യോ ആരും പേടിക്കേണ്ട, ആരും ദുഃഖിക്കേണ്ട. ഡോണ്ട് വറി ഡിയേഴ്സ്, സുഹൃത്തുക്കളെ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. റോക്കി കൺസോൾഡ് ദം. അപ്പോൾ ഇവിടെ വേറൊരു വാക്കുണ്ടല്ലോ, കൺസോൾ. കൺസോൾ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക. നമ്മൾ ഒരാളെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർ ഫേസ് ചെയ്യുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്നു, അല്ലെങ്കിൽ കരയുന്ന ഒരാളെ ആശ്വസിപ്പിക്കുന്നതിനെയാണ് കൺസോൾ എന്ന് പറയുന്നത്. അപ്പോൾ റോക്കി ചെന്നിട്ട് ഇവരെ കൺസോൾ ചെയ്തു, ആശ്വസിപ്പിച്ചു. എന്ത് പറഞ്ഞിട്ടാണ് ആശ്വസിപ്പിച്ചത്? ആരും വിഷമിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്, അല്ലേ? ഡോണ്ട് വെറി ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്.
ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയേ. ഹെൽപ്പ് മീ റോക്കി ഹേർഡ് എ ക്രൈ. അപ്പോൾ റോക്കി വീണ്ടും അടുത്തതായിട്ട് വേറൊരു കരച്ചിൽ കേൾക്കുകയാണ്. ഹെൽപ്പ് മീ അയ്യോ ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് റോക്കി ഹേർഡ് എ ക്രൈ. അവൻ അടുത്ത ഒരു കരച്ചിൽ കേട്ടു. ഹേർഡ് എന്ന് പറഞ്ഞാൽ കേട്ടു. എ ക്രൈ ഒരു കരച്ചിൽ അവൻ കേട്ടു. ഹി ടേൺഡ് ടുവേർഡ്സ് ദ സൗണ്ട്. റോക്കി എന്ത് ചെയ്തു? ഹി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് റോക്കി. ടേൺഡ് എന്ന് പറഞ്ഞാൽ തിരിയുക. ടുവേർഡ്സ് ദ സൗണ്ട് ആ സ്വരത്തിൻ്റെ അടുത്തേക്ക് അവൻ തിരിഞ്ഞു. എവിടെ നിന്നാണോ ആ ഒരു സൗണ്ട് വന്നത് ആ സൗണ്ടിനടുത്തേക്ക് അവൻ ചെന്നു. അപ്പോൾ അവൻ എന്താ കണ്ടതെന്ന് നോക്കാം. ഹി സോ ദ മദർ ക്രോ കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്. ഹി സോ അവൻ കണ്ടു. എന്താ കണ്ടത്? ദ മദർ ക്രോ അമ്മ കാക്ക, അതായത് ആ കുഞ്ഞുങ്ങളുടെയൊക്കെ അമ്മയായിട്ടുള്ള കാക്ക ഉണ്ടല്ലോ, ആ കാക്കയെ കണ്ടു. ആ കാക്ക എന്ത് ചെയ്യായിരുന്നു? കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്. കാക്ക ഒരു താഴെ വീണ് കിടന്ന ഒരു ബ്രാഞ്ച്, മരത്തിൻ്റെ കൊമ്പിൻ്റെ അടിയിൽ പെട്ടുകിടക്കുകയായിരുന്നു. കോട്ടെന്ന് പറഞ്ഞാൽ അബദ്ധത്തിൽ പെട്ടുപോവുക, അതിനെയാണ് കോട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഹി സോ ദ മദർ ക്രോ. അവൻ എന്താ കണ്ടത്? ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം അമ്മയായ ആ കാക്ക ഒരു താഴെ ഒടിഞ്ഞു വീണ ആ ഒരു കൊമ്പിൻ്റെ താഴെ പെട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഹിസ് ഹാർട്ട് മെൽറ്റഡ്. ഇത് കണ്ടപ്പോൾ എന്താ പറ്റിയത്? ഹിസ് റോക്കിനെയാണ് ഇവിടെ ഹിസ് എന്ന് പറയുന്നത്. അവൻ്റെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാലോ, ഹൃദയം. അവൻ്റെ ഹൃദയം മെൽറ്റ് ചെയ്തു. മെൽറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അലിഞ്ഞു. നമുക്ക് മറ്റുള്ളവരോട് ഇന്ന സഹതാപം തോന്നുമ്പോൾ അല്ലെങ്കിൽ കരുണ തോന്നുമ്പോൾ നമ്മുടെ ഹൃദയം മെൽറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ അലിവ് തോന്നുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഹൃദയം മെൽറ്റ് ചെയ്യുന്നതിനെയാണ് അലിവ് തോന്നി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ റോക്കിയുടെ ഹൃദയം അലിഞ്ഞു. അപ്പോൾ റോക്കി എന്ത് ചെയ്തു? റോക്കി ട്രൈ ടു മൂവ് ദ ബ്രാഞ്ച്. റോക്കി ചെന്നിട്ട് ആ ബ്രാഞ്ച്, ആ മരക്കൊമ്പ് നീക്കാൻ ശ്രമിച്ചു, എടുത്ത് മാറ്റാൻ ശ്രമിച്ചു. ട്രൈഡ് എന്ന് പറഞ്ഞാൽ ശ്രമിച്ചു. ടു മൂവ് എന്ന് പറഞ്ഞാൽ നീക്കുക, നീക്കം ചെയ്യുക. ദ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ആ മരക്കൊമ്പ്. റോക്കി ചെന്ന് ആ മരക്കൊമ്പ് നീക്കം ചെയ്യാൻ ശ്രമിച്ചു. ഇറ്റ് വാസ് ഹെവി. അതെന്തായിരുന്നു? അത് വളരെ ഹെവി ആയിരുന്നു, വളരെ ഭാരമുള്ള ഒരു മരക്കൊമ്പായിരുന്നു. അതുകൊണ്ട് അവനത് ബുദ്ധിമുട്ടായിരുന്നു ആ മരക്കൊമ്പ് എടുത്ത് നീക്കാനായിട്ട്. ഹെവി എന്ന് പറഞ്ഞാൽ ഭാരമുള്ളത്, കഠിനമുള്ളത് എന്നുള്ളതാണ് അർത്ഥം. ഹി പുൾഡ് ഇറ്റ് വിത്ത് ഓൾ ഹിസ് സ്ട്രെങ്ത്. അവൻ എന്ത് ചെയ്തു? ഹി പുൾഡ് ഇറ്റ്, വലിക്കുക. പുള്ളെന്ന് പറഞ്ഞാൽ വലിക്കുക. അവൻ വലിച്ചു. എങ്ങനെയാണ് അവൻ വലിച്ചത്? വിത്ത് ഓൾ ഹിസ് സ്ട്രെങ്ത്. അവൻ്റെ സർവശക്തി ഉപയോഗിച്ച് അവനത് വലിച്ചു മാറ്റാൻ നോക്കി. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ശക്തി. ഓൾ ഹിസ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിലുള്ള എല്ലാ ശക്തിയും ഉപയോഗിച്ചിട്ട് അത് ആ മരക്കൊമ്പ് വലിച്ചു മാറ്റാൻ നോക്കി. ഫൈനലി എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനം. ഹി വാസ് ഏബിൾ ടു മൂവ് ഇറ്റ്. അവന് അതിന് കഴിഞ്ഞു. എന്തിനാ കഴിഞ്ഞത്? ടു മൂവ് ഇറ്റ്. അത് അവിടെ നിന്നും നീക്കം ചെയ്യാനായിട്ട് അവന് സാധിച്ചു. ഹി വാസ് ഏബിൾ എന്ന് പറഞ്ഞാൽ അവന് സാധിച്ചു. ടു മൂവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ മരക്കൊമ്പ് എടുത്ത് നീക്കം ചെയ്യാനായിട്ട്. ആൻഡ് സേവ് ദ ക്രോ. അങ്ങനെ ആ കാക്കയെ സേവ് ചെയ്യാൻ സാധിച്ചു. സേവ് ചെയ്യാന്ന് പറഞ്ഞാൽ രക്ഷിക്കുക. അപ്പോൾ അവന് ആ മരക്കൊമ്പ് നീക്കം ചെയ്തിട്ട് ആ കാക്കയെ രക്ഷിക്കാൻ സാധിച്ചു. ദ ക്രോസ് ഐസ് വെൽഡ് അപ്പ്. ആ കാക്കയുടെ കണ്ണുകൾ എന്ത് ചെയ്തു? ഐസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കണ്ണുകൾ. ആ അമ്മ കാക്കയുടെ കണ്ണുകളൊക്കെ വെൽഡ് അപ്പ് എന്ന് പറഞ്ഞാൽ നിറയുക, കണ്ണ് നിറഞ്ഞു. കാരണം ആ റോക്കി എന്ന് പറഞ്ഞ
പപ്പിയുടെ വായിലുണ്ടായിരുന്ന എല്ല് കടിച്ചു പിടിച്ച് പറന്നു പോയതാണല്ലോ ആ കാക്ക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും ആ റോക്കി എന്ന് പറഞ്ഞ നായ്ക്കുട്ടി എന്താ ചെയ്തത്? ഒരു ആപത്ത് വന്നപ്പോൾ ഈ കാക്കയെ സഹായിച്ചു. അത് ഓർത്തപ്പോൾ ആ കാക്കയുടെ കണ്ണ് നിറഞ്ഞു. ഷീ ലുക്ക്ഡ് അറ്റ് റോക്കി വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഷീ എന്ന് പറഞ്ഞാൽ അവൾ. അവളെന്നും ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? കാക്ക. അമ്മയായ അമ്മ കാക്ക എന്താ ചെയ്തത്? ലുക്ക്ഡ് അറ്റ് റോക്കി. ലുക്ക്ഡ് എന്ന് പറഞ്ഞാൽ നോക്കി. അറ്റ് റോക്കി. റോക്കിയെ നോക്കി, ആ നായ്ക്കുട്ടിയെ നോക്കി. വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയോടെ. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി. നന്ദിയോടെ നോക്കി. ടേക്ക് കെയർ സെഡ് റോക്കി ആൻഡ് വാക്ക്ഡ് അവേ. അപ്പോൾ റോക്കി പറയാണ്, ആ കാക്കയുടെ അടുത്ത് പറയാണ് ടേക്ക് കെയർ, സൂക്ഷിക്കൂ. എന്താണ് പറയുന്നത്? ടേക്ക് കെയർ. അപ്പം നമ്മൾ ഒരാളെ വളരെ കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ നമ്മൾ എന്താ അവരോട് എന്താ പറയുക? ടേക്ക് കെയർ അല്ലേ? നമ്മളിപ്പോൾ ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും അവരോട്? ടേക്ക് കെയർ, നീ സൂക്ഷിക്കണം എന്ന് പറയും അല്ലേ? ടേക്ക് കെയർ സെഡ് റോക്കി ആൻഡ് വാക്ക്ഡ് അവേ. അപ്പോൾ റോക്കി സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് വാക്ക്ഡ് അവേ, അവൻ അങ്ങ് നടന്നു പോയി. വാക്ക്ഡ് അവേ എന്ന് പറഞ്ഞാൽ നടന്നു പോവുക. ഇനി ഇതിൻ്റെ ചോദ്യം എന്താണ്? വാട്ട് വുഡ് യു ഡു ഇഫ് യു വർ ഇൻ റോക്കീസ് പ്ലേസ്? വാട്ട് വുഡ് യു ഡു? നിങ്ങൾ എന്തായിരിക്കാം ചെയ്യുക? ഇഫ് യു വർ ഇൻ റോക്കീസ് പ്ലേസ്, നിങ്ങൾ റോക്കിയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ആ കാക്കയെ സഹായിക്കുമായിരുന്നോ, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ അവന് ആ ഒരു ആപത്തിൽപ്പെട്ടില്ലേ, നല്ല കാര്യം, എന്നാൽ പോയേക്കാന്ന് പറഞ്ഞ് നിങ്ങൾ മൈൻഡ് ചെയ്യാതെ പോവോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എഴുതുക. കാക്കയെ സഹായിക്കും എന്നുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഐ വിൽ ഹെൽപ്പ് ദ ക്രോ എന്ന് എഴുതുക. അപ്പോൾ ഇത്രയാണ് കഥ. എല്ലാവർക്കും കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ഡിഫിക്കൽട്ടായിട്ടുള്ള, ബുദ്ധിമുട്ടുള്ള വാക്കുകൾ കുറച്ച് ഇവിടെ, അതിൻ്റെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് വേഗം നോക്കിയിട്ട് പോവാം. വേൾഡ് ഓഫ് വേർഡ്സ്, വാക്കുകളുടെ ലോകം. ആദ്യത്തെ ബസ് എന്ന് പറയുന്ന സൗണ്ടാണ്, ഒരു വാക്കാണ്. ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തേനീച്ചകളുടെ ശബ്ദത്തെയാണ്. ടു പ്രൊഡ്യൂസ് എ കണ്ടിന്യൂസ് വൈബ്രേറ്റിംഗ് സൗണ്ട്, തുടർച്ചയായി ഭയങ്കര വൈബ്രേറ്റ് ചെയ്യുന്നത് പോലെ മുഴങ്ങുന്ന സൗണ്ട്. തേനീച്ചകളുടെ സൗണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ? അതിനെയാണ് ബസ് എന്ന് പറയുന്നത്. ച്യൂ എന്ന് പറഞ്ഞാൽ ചവയ്ക്കുക. ടു ഗ്രിൻഡ് ഫുഡ് വിത്ത് ടീത്ത്, പല്ല് ഉപയോഗിച്ച് ഭക്ഷണം ചതയ്ക്കുന്നതിനെയാണ് ച്യൂ എന്ന് പറയുന്നത്. ഡ്രെഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ബിക്കം വെറ്റ്, നനഞ്ഞ് കുളിക്കുന്നതിനെയാണ്. വെറ്റ് എന്ന് പറഞ്ഞാൽ നനയുക. ഫെഡപ്പ്, ഫെഡപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷീണിക്കുക. ടയേർഡ്, ഫീലിംഗ് എക്സോസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ ടയേർഡ് എന്നാണ് അർത്ഥം. ക്ഷീണിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ നമ്മളോട് ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളാകെ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ ഐ ആം എക്സോസ്റ്റഡ്, അല്ലെങ്കിൽ ഐ ആം ടയേർഡ്, ഐ ആം ഫെഡ് അപ്പ് എന്നൊക്കെ പറയും അല്ലേ? നമ്മൾ സാധാരണ എന്താ പറയുന്നത്? ഐ ആം ഫൈൻ എന്നാണ് പറയുന്നത്. നമുക്ക് എന്താ ടയേർഡ് ആണെങ്കിൽ പോലും നമ്മൾ അറിയാതെ ഐ ആം ഫൈൻ എന്ന് പറയും. പക്ഷെ അവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പുതിയ വാക്കാണ് ഐ ആം ഫെഡ് അപ്പ്, ഐ ആം ടയേർഡ്, ഐ ആം എക്സോസ്റ്റഡ്. ഇനി അടുത്തത് ഹാർമണി. ഹാർമണി എന്ന് പറഞ്ഞാൽ ഐക്യം. ലിവിങ് ടുഗെദർ പീസ്ഫുള്ളി, ഒരുമിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നതിനെയാണ് ഹാർമണി എന്ന് പറയുന്നത്. ഇനി ഹാർട്ട് മെൽറ്റഡ്, ഹൃദയം അലിഞ്ഞു, അതിനെയാണ് ഹാർട്ട് മെൽറ്റഡ് എന്ന് പറയുന്നത്. ബിഗാൻ ടു ഫീൽ ലവ് ആൻഡ് അഫെക്ഷൻ, മറ്റൊരാളോട് സ്നേഹവും കരുതലൊക്കെ തോന്നുന്നതിനെയാണ് ഹാർട്ട് മെൽറ്റഡ് എന്ന് പറയുന്നത്. അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കരുതൽ. ഹീസ്,
ടു മേക്ക് എ ഷാർപ്പ് സൗണ്ട് ലൈക്ക് എ സ്നേക്ക്. പാമ്പിൻ്റെ പോലെ ഒരു വളരെ കഠിനമായിട്ടുള്ള വളരെ ഉറക്കെയുള്ളൊരു ശബ്ദം ഉണ്ടാക്കുന്നതിനെയാണ് ഹിസ് എന്ന് പറയുന്നത്. ഹൗൾ എന്ന് പറഞ്ഞാലോ ടു ക്രൈ ലൗഡ്ലി ലൈക്ക് എ വൂൾഫ്. ഒരു ചെന്നായ കരയുന്നത് പോലെ ഉറക്കെ ഓളിയിടുന്ന ശബ്ദത്തിനെയാണ് ഹൗൾ എന്ന് പറയുന്നത്. ഇറിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശല്യപ്പെടുത്തുക. ടു മേക്ക് സംവൺ ഗെറ്റ് അനോയ്ഡ്. ഒരാളെ അനോയ് ചെയ്യിക്കുക, ദേഷ്യപ്പെടുത്തുക. ഇനി മോക്ക് എന്ന് പറഞ്ഞാൽ ടു മേക്ക് ഫൺ ഓഫ്. ഒരാളെ കളിയാക്കുന്നതിനെയാണ് മോക്ക് എന്ന് പറയുന്നത്. ഇനി മഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഈറ്റ് വിത്ത് എ ക്രഞ്ചിങ് സൗണ്ട്. ഇങ്ങനെ കറുമുറുന്ന് ചവയ്ക്കുന്നതിനെയാണ് മഞ്ച് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം അത് കഴിക്കാൻ ശ്രമിക്കും അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ ഭയങ്കര ആർത്തിയോടെ ചവച്ച് അങ്ങോട്ട് വേഗം വിഴുങ്ങുന്നതിനെയാണ് മഞ്ച് എന്ന് പറയുന്നത്. ഇനി നോട്ടി എന്ന് പറഞ്ഞാൽ കുസൃതി എന്നുള്ളതാണ് അർത്ഥം. ടു ബിഹേവ് ഇൻ എ ബാഡ് മാനർ. വളരെ കുസൃതിയായി അല്ലെങ്കിൽ വളരെ മോശമായി പെരുമാറുന്നതിനെയാണ് നോട്ടി എന്ന് പറയുന്നത്. സ്ക്രാച്ച് എന്ന് പറഞ്ഞാലോ നമ്മൾ നേരത്തെ കണ്ടു. സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ശരീരഭാഗങ്ങൾ ചൊറിയുന്നതിനെയാണ്. ടു റബ് വിത്ത് ക്ലോസ് ഓർ നെയിൽസ്. കയ്യിലെ നഖം കൊണ്ടോ അല്ലെങ്കിൽ മൃഗങ്ങളാണെങ്കിൽ അവിടെ കൈവിരലുകളോ കാൽവിരലുകളോ ഒക്കെ കൊണ്ട് ചൊറിയുന്നതിനെ റബ്ബ് ചെയ്യുന്നതിനെയാണ്, ദേഹത്ത് ഉരയ്ക്കുന്നതിനെയാണ് സ്ക്രാച്ച് എന്ന് പറയുന്നത്. സ്മാഷ് എന്ന് പറഞ്ഞാൽ ടു ക്രഷ് സംതിങ് ഫോഴ്സ്ഫുള്ളി. എന്തെങ്കിലും ഒരു വസ്തു ഇടിച്ച് തകർക്കുന്നതിനെയാണ്, ക്രഷ് ചെയ്യുന്നതിനെയാണ് സ്മാഷ് എന്ന് പറയുന്നത്. ഇനി സ്നാച്ച് എന്ന് പറഞ്ഞാലോ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ്. സ്നാച്ച് എന്ന് പറഞ്ഞാൽ തട്ടിയെടുക്കുക. ടു ടേക്ക് സംതിങ് ക്വിക്ക്ലി. പെട്ടെന്ന് തന്നെ ഒരു വസ്തു ഒരാളുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് വാങ്ങിച്ചെടുക്കുന്നതിനെയാണ് സ്നാച്ച് എന്ന് പറയുന്നത്. സ്നിഫ് എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. തുമ്മുക. അതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് സ്നിഫ് എന്നുള്ളത്. ടു ഇൻഹെയിൽ ഓഡിബ്ലി. വളരെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്നതിനെയാണ്. അതാണ് സ്നിഫ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ തുമ്മുന്നു എന്നുള്ള ആ ഒരു പ്രവൃത്തിക്ക് ഇംഗ്ലീഷിൽ സ്നിഫ് എന്നാണ് പറയുന്നത്. ഇനി സ്വേ എന്ന് പറഞ്ഞാൽ ആടി ഉലയുന്നതിനെയാണ്. അതായത് മരക്കൊമ്പ് കാറ്റിൽ ആടി ഉലയുന്നതായിട്ട് കഥയിൽ പറയുന്നുണ്ടല്ലോ. ടു മൂവ് ജെന്റ്ലി ബാക്ക് ആൻഡ് ഫോർത്ത്. വളരെ സാവധാനം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും അനങ്ങുന്നതിനെയാണ് സ്വേ എന്ന് പറയുന്നത്. വെൽ അപ്പ് എന്ന് പറഞ്ഞാൽ കണ്ണ് നിറയുക. ടു ഫിൽ അപ്പ് വിത്ത് ടിയേഴ്സ്. കണ്ണുനീര് കൊണ്ട്. ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ണുനീര് കൊണ്ട് കണ്ണ് നിറയുന്നതിനെയാണ് വെൽ അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സ്. ഇതല്ലാതെ വേറെ വാക്കുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ഈ പാഠഭാഗം എടുത്തപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഇനി നമ്മൾക്ക് ആക്ടിവിറ്റീസാണ് നോക്കാനുള്ളത്. ആക്ടിവിറ്റീസ് നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.